ഇത് നമ്മൾ സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ് കേട്ടോ നോക്കാനായിട്ട് പോകുന്നത്. ഈ സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കുറേ മുൻപത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഒരു ഹോൾ എന്താ പറയുക പോപ്പുലേഷൻ്റെ അടുത്ത് നിന്ന് ആ ഒരു മൊത്തത്തിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സ്മോളർ ഗ്രൂപ്പിനെയാണ് നമ്മൾ സാമ്പിൾസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കോളേജ് സ്റ്റുഡൻസ് ആണ് നമ്മളുടെ ഒരു ഹോൾ ഗ്രൂപ്പ് എന്ന് വിചാരിക്കാം. കോളേജ് സ്റ്റുഡൻസിലാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത്. സോ കോളേജ് സ്റ്റുഡൻസ് എന്ന് പറയുന്നതാണ് നമ്മളുടെ പോപ്പുലേഷൻ. അപ്പോൾ അതിലെ സാമ്പിൾ എന്താണ്? നിങ്ങൾക്ക് ഈ ലോകത്തുള്ള എല്ലാ കോളേജ് സ്റ്റുഡൻസിൻ്റെ അടുത്തുനിന്നും പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുമോ? പറ്റില്ല. അവിടെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് കിട്ടാവുന്ന, ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കോളേജിലെ കുട്ടികളെ തന്നെ നമ്മൾ എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കോളേജിലെയും അതിൻ്റെ അപ്പുറത്തുള്ള 2 കോളേജിലെയും കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സോ ഇതിനെയാണ് നമ്മൾ സാമ്പിൾസ് എന്ന് പറയുക. ഇപ്പം നമ്മൾ ഒരു കോളേജ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ലാർജ് പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എടുത്തു. ആ എടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സാമ്പിൾസ് എന്ന് പറയുന്നത്. ആസ് ഇറ്റ്സ് നെയിം ഇംപ്ലൈസസ് ഇറ്റ്സ് എ സ്മോളർ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ലാർജ് ഹോൾ. ഒരു വലിയ സാധനത്തിൻ്റെ സ്മോളർ റെപ്രസെൻറ്റേഷനാണ് സാമ്പിൾ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുന്ന സമയത്ത് സാമ്പിൾ നോക്കുക എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വല്ല ചോക്ലേറ്റ്സോ ഒക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് കഴിച്ചു നോക്കാറുണ്ട്. അപ്പോൾ അത് മൊത്തം ആ സെയിം കാറ്റഗറി ഓഫ് ചോക്ലേറ്റ് ആണെങ്കിലും അതിൽ നിന്ന് ഒന്നല്ലേ നമ്മൾ എടുത്ത് കഴിക്കാറ്. അതിനെ നമ്മൾ സാമ്പിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഈ സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഡാറ്റ കളക്ഷനിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു റിസർച്ചിൽ ഭയങ്കര വലിയ റോളുള്ളൊരു കാര്യമാണ്. നമ്മളുടെ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഡാറ്റകളെല്ലാം നമുക്ക് കിട്ടുന്നത് ത്രൂ സാമ്പിളിംഗ് ആണ്. അപ്പോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. നമുക്കൊരു ഡാറ്റേനെ അനലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഡാറ്റ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? സാമ്പിളിംഗ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരിക്കണം. ഇനി സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് എസെൻഷ്യൽസ് ഉണ്ട്. ഐ മീൻ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കണം സാമ്പിളിംഗ് എന്ന് പറയുന്നതിന്. അതിൽ ഒന്നാമത്തത് റെപ്രസെൻറ്റേറ്റീവ്നെസ് ആണ്. റെപ്രസെൻറ്റേറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എടുക്കുന്ന സാമ്പിൾസ് അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫീച്ചറിനെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിരിക്കണം നമ്മൾ എടുക്കുന്ന സാമ്പിൾ. ജസ്റ്റ് എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്നത് കോളേജ് സ്റ്റുഡൻസിനെ ആണെങ്കിൽ അതിന് പകരം പോയിട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കോളേജ് സ്റ്റുഡൻസിൻ്റെ സാമ്പിൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ഒരിക്കലും കോളേജ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ആ ഒരു വലിയ പോപ്പുലേഷൻ്റെ സാമ്പിളായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കില്ല. രണ്ടും രണ്ട് കാറ്റഗറികളാണ്. അപ്പം നമ്മൾ ആരെയാണോ പോപ്പുലേഷനായിട്ട് ഉദ്ദേശിക്കുന്നത് അവരെ തന്നെ കൃത്യമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ സാമ്പിൾ എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. രണ്ടാമത്തെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അഡക്വസി ആണ്. അഡക്വസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വളരെ അഡിക്വേറ്റ് ആയിരിക്കണം നമ്മൾ എടുക്കുന്ന സാമ്പിൾ. ഇപ്പോൾ നമ്മളൊരു കോളേജ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന സാമ്പിൾ എടുത്തിട്ട് പോപ്പുലേഷൻ എടുത്തിട്ട് അതിൽ നിന്ന് 2 പേരെ മാത്രം, 2 കോളേജ് സ്റ്റുഡൻസിനെ മാത്രം എടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അതൊരു അഡക്വേറ്റ് നമ്പർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതൊരു അഡക്വേറ്റ് നമ്പർ അല്ല. അപ്പം ആ ഒരു എന്താ പറയുക, കോളേജ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ പാകത്തിന് ഇനഫ് ആയിട്ടുള്ള ലാർജ് നമ്പർ നമ്മൾ അതിൽ എടുക്കണം. ഇപ്പോൾ 30 സാമ്പിളൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഡിഗ്രി PG ഒക്കെ ചെയ്യുന്ന സമയത്ത് റിസർച്ചിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അവിടെ അഡക്വസി എന്താണ് ഉണ്ട്, കാരണം 30 സാമ്പിൾസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ആകുമ്പോൾ കാര്യങ്ങൾ മാറും, അത്ര സാമ്പിൾ സൈസ് വേണ്ട. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വൈസ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് അഡക്വസി എന്ന് പറയുന്നതാണ് അടുത്ത ക്യാരക്ടർ. മൂന്നാമത്തെ ക്യാരക്ടറാണ് റാൻഡംനെസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ നമ്മുടെ സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നത് ഒരു റാൻഡം മാനറിലായിട്ടുണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ നമുക്കൊരു ബയാസ് ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ കോളേജ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഈ കോളേജിലെ കുട്ടികളുടെ കയ്യിൽ നിന്ന് അതെനിക്ക് കിട്ടാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഈ കോളേജിലെ കുട്ടികളോട് എനിക്ക് ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന ആൾക്കാരെ എനിക്ക് പറ്റില്ല, അങ്ങനെ ഒരു ബയാസ് ഒന്നും വെക്കാതെ വിത്തൗട്ട് ബയാസ് ആയിരിക്കണം നമ്മൾ ആ സാമ്പിളിനെ സെലക്ട് ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. അതാണ് റാൻഡംനെസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്യാരക്ടറാണ് ഹോമോജനിറ്റി എന്ന് പറയുന്നത്. ഹോമോജിനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു പോപ്പുലേഷനിൽ നിന്നുള്ള സാമ്പിൾ തന്നെ ആയിരിക്കണം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ. ആൻഡ് എല്ലാ സ്വഭാവങ്ങളിലും ഒരുപോലെ ആയിരിക്കണം. ഓക്കെ, അതാണ് ഹോമോജിനിറ്റി. എന്ന് വെച്ചാൽ നമ്മൾ ഏതാണോ ഒരു പോപ്പുലേഷനെ ഫോക്കസ് ചെയ്യുന്നത് ആ പോപ്പുലേഷൻ്റെ എല്ലാ സ്വഭാവങ്ങളും വരുന്ന ജനറൽ ക്യാരക്ടേഴ്സ് കേട്ടോ, ആ പോപ്പുലേഷൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് എല്ലാം ഒത്തുവരുന്നതായിരിക്കണം നമ്മൾ എടുക്കുന്ന സാമ്പിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ഇതിൽ എഴുതിയിട്ടുള്ളത് തന്നെ നോക്കാം നമുക്ക്.
ചെന്നൈ സിറ്റിയിൽ താമസിക്കുന്ന 500 ആൾക്കാരാണ് നമ്മളുടെ സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മുടെ ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സാമ്പിൾ എന്ന് പറയുന്നത് ചെന്നൈ സിറ്റിയിൽ താമസിക്കുന്ന 500 ആൾക്കാരെ തന്നെ നമ്മൾ എടുക്കണം. അല്ലാതെ ചെന്നൈ സിറ്റിയിൽ താൽക്കാലികമായിട്ട് ടൂറിസ്റ്റുകളായിട്ട് വന്ന് താമസിക്കുന്ന ആൾക്കാരെ ചെന്നൈ സിറ്റിയിലുള്ള ആൾക്കാരെ എന്ന് പറയുന്ന പോപ്പുലേഷനായിട്ട് നമുക്ക് പരിഗണിക്കാനായിട്ട് സാധിക്കില്ല. മനസ്സിലായി? അതാണ് ഹോമോജിനിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഈ സാമ്പിളിങ്ങിന് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് റെപ്രസെൻറ്റേറ്റീവ്നെസ്, രണ്ടാമത്തത് എഡക്വസി ആണ്, മൂന്നാമത്തത് റാൻഡംനെസ് ആണ്, നാലാമത്തത് ഹോമോജിനിറ്റി ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കീ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ദെൻ ലെറ്റ്സ് സീ വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് സാമ്പിളിംഗ്. Sampling method requires lesser time as only a part of the universe is included for data collection. നമ്മളൊരു സാമ്പിളിംഗ് നടത്തുക എന്ന് പറയുമ്പോൾ ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദാറ്റ്സ് നോട്ട് പോസിബിൾ ടു കളക്ട് ദ സാമ്പിൾസ് ഫ്രം എ നോട്ട് പോസിബിൾ ടു കളക്ട് ദ ഡാറ്റാസ് ഫ്രം എ പോപ്പുലേഷൻ, അല്ലെ? ഒരു പോപ്പുലേഷനിൽ നിന്ന് മൊത്തം നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് മേ ബി അല്ല, ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്നുള്ളതാണ്. ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസ് ആണ് നമ്മളുടെ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ എല്ലാ കോളേജ് സ്റ്റുഡൻസും, അല്ലെങ്കിൽ ഇപ്പം മലബാർ റീജിയനിലുള്ള കോളേജ് സ്റ്റുഡൻസ് ആണ്, മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള കോളേജ് സ്റ്റുഡൻസ് ആണ്. ഈ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ എത്ര കോളേജുകൾ ഉണ്ടായിരിക്കും? ഈ കോളേജുകളിൽ നിന്ന് എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ടായിരിക്കും? ഇവരിൽ നിന്നൊക്കെ എടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അവരെ എല്ലാം റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ കോളേജിൽ നിന്ന് ഈ കുട്ടികളെ മലപ്പുറം ജില്ലയിലുള്ള കോളേജ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് രണ്ടോ മൂന്നോ കോളേജിൽ നിന്ന് കുട്ടികളുടെ ഡാറ്റ എടുത്താൽ, അങ്ങനെ ഒരു സാമ്പിളിംഗ് നമ്മൾ നടത്തിയാൽ അതല്ലേ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ളത്, ലെസ്സർ ടൈം ആയിട്ടുള്ളത്. മറ്റേത് ഒരുപാട് സമയം കൺസ്യൂം ചെയ്യുന്ന പരിപാടിയാവില്ലേ ഈ മലപ്പുറത്തുള്ള എല്ലാ കുട്ടികളുടെ കയ്യിൽ നിന്നും ഡാറ്റ എടുക്കുക എന്ന് പറയുന്നത്. സോ സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം മതി, കാരണം നമ്മളൊരു യൂണിവേഴ്സിലെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. രണ്ടാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത് സിൻസ് ഓൺലി എ പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ് ഈസ് ഇൻക്ലൂഡഡ് ഫോർ ഡാറ്റ കളക്ഷൻ ദ കോസ്റ്റ് ഇൻകേർഡ് വിൽ ഓൾസോ ബി ലെസ്. സമയം കുറവാണ് എന്ന് പറയുന്നത് പോലെ തന്നെ എന്തും കുറവായിരിക്കും, കോസ്റ്റും കുറവായിരിക്കും. മലപ്പുറത്തുള്ള എല്ലാ കോളേജുകളിൽ നിന്നും ഒരു 10 കുട്ടികളുടെ ഡാറ്റ വീതം എടുക്കാൻ വേണ്ടി ട്രാവൽ ചെയ്യുന്നതിൽ കാലിലൊരു ഭാഗം എമൗണ്ട് പോലും അല്ലെങ്കിൽ കോസ്റ്റ് പോലും നിങ്ങൾ പഠിക്കുന്ന കോളേജിലോ അപ്പുറത്തെ കോളേജിൽ നിന്ന് ഒരു 10 കുട്ടികളുടെ ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലവാക്കേണ്ടി വരുന്നില്ല. സോ ആസ് ടൈം ദ കോസ്റ്റ് വിൽ ഓൾസോ ബി ലെസ്. മൂന്നാമത്തെ ഒരു മെറിറ്റ് എന്ന് പറഞ്ഞാൽ ബൈ അഡോപ്റ്റിംഗ് സ്യൂട്ടബിൾ മെത്തേഡ് ഓഫ് സാമ്പിൾ സെലക്ഷൻ ദ റിസൾട്ട് കുഡ് ബി മോർ റിലയബിൾ. നമ്മൾ ഈ സാമ്പിളിംഗ് എടുക്കുന്ന സമയത്ത് ഈ സാമ്പിളിംഗ് നടത്താൻ പല ടെക്നിക്കുകളുണ്ട്, അത് നമ്മൾ വഴിയെ നോക്കും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്സ്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ദാറ്റ് കുഡ് ബി മോർ റിലയബിൾ, കുറച്ചും കൂടെ റിലയബിൾ ആവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് മെറിറ്റ് ഈസ് sampling method is more frequently used for testing the accuracy of information collected through census method. സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മളൊരു സെൻസസ് മെത്തേഡ് വഴി കളക്ട് ചെയ്ത ഡാറ്റകളുടെ ആക്യുറസി ടെസ്റ്റ് ചെയ്യാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ സാമ്പിളിംഗ് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും മെറിറ്റ്സ് ആണ് സാമ്പിളിംഗ് മെത്തേഡ്സിൽ നമുക്ക് പറയാനുള്ളത്. എല്ലാ കാര്യങ്ങൾക്കും ഒരു നല്ല ഭാഗം ഉണ്ടാകുമ്പോൾ ഒരു ചീത്ത ഭാഗം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെ സാമ്പിളിംഗ് മെത്തേഡിനും ലിമിറ്റേഷൻസ് ഉണ്ട്. അൺലെസ് സാമ്പിളിംഗ് മെത്തേഡ് ഈസ് കെയർഫുള്ളി അപ്ലൈഡ് ഇറ്റ് മേ റിസൾട്ട് ഇൻ മിസ്ഗൈഡിങ് ഫൈൻഡിങ്സ്. നമ്മൾ ചെയ്യുന്ന സാമ്പിളിംഗ് മെത്തേഡ് കറക്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തെറ്റായിട്ടുള്ള ഡാറ്റാസ് നമുക്ക് പറഞ്ഞ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനൊരു എക്സാമ്പിൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ കോളേജ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സിനാരിയോ വെച്ചിട്ട് കോളേജിൽ പഠിക്കാൻ പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. അപ്പോൾ കോളേജ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്താണ് ഈ ഒരു ഏജ് ഗ്രൂപ്പുള്ള കുട്ടികളെ തന്നെ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ നമ്മൾ എടുത്ത ഡാറ്റയിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോളേജിലോ കോഴ്സിലോ വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ജസ്റ്റ് സപ്പോസ്, അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ അല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ആൾക്കാരുടെ ഡാറ്റ വെൻ വി കോറിലേറ്റ്, അത് നമ്മൾ കോറിലേറ്റ് ചെയ്യുന്ന സമയത്തേക്ക് ആരെയായിട്ടാണ് നമ്മൾ കോറിലേറ്റ് ചെയ്യുന്നത്? ശരിക്കും ഈ കോളേജ് സ്റ്റുഡൻസിൻ്റെ ഏജുള്ള കുട്ടികളെയായിട്ടാണ് നമ്മൾ ഈ ഡാറ്റ കോറിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു മിസ്മാച്ച് വരില്ലേ, അതൊരു മിസ്ഗൈഡിങ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് ആയിട്ട് വരില്ലേ? കാരണം കുറച്ച് ആൾക്കാർ വയസ്സ് കൂടിയത്, കുറച്ച് ആൾക്കാർ വയസ്സ് കുറവ്, അങ്ങനെ ഒരു പ്രശ്നം വരാം. സോ സാമ്പിളിംഗ് മെത്തേഡ് നമ്മൾ കെയർഫുള്ളി അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ട് അത് നമ്മളതിനെ മിസ്ഗൈഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. Use of sampling requires the service of expert and specialist. This in turn will reflect on cost.
ചില സാമ്പിളിംഗ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ ആ സാമ്പിളിംഗ് മെത്തേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല എക്സ്പേർട്ടുകളെയും സ്പെഷ്യലിസ്റ്റുകളെയും ആവശ്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ കേസുകളിൽ കോസ്റ്റൊക്കെ കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. Sometimes when the sample size itself is very large, then sampling method would also be done consuming and costly. ചില സമയങ്ങളിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു മൊത്തം വലിയൊരു ഗ്രൂപ്പാണ്, വലിയൊരു കാറ്റഗറിയാണ്. അതിൻ്റെ ചെറിയ ഒരു റെപ്രസെൻറ്റേറ്റീവിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. ബട്ട് ഇൻ സംടൈംസ് ഈ സാമ്പിൾ സൈസ് ഇറ്റ്സെൽഫ് ഇസ് വെരി ലാർജ്. മേ ബി ചില സമയങ്ങളിൽ സാമ്പിൾ സൈസ് തന്നെ കുറച്ച് വലുതാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ സമയങ്ങളിൽ അത് ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും, കോസ്റ്റ്ലി ആയിരിക്കും. ഓക്കെ, അടുത്തൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, apart from a detailed process to be followed, sampling also calls for application of a number of tests to verify the findings and results. This makes the method more complex. എന്താണ് പറയുന്നത്? ഇപ്പോൾ apart from the detailed process to be followed, sampling also calls for application of a number of tests to verify the findings and results. ഇപ്പം നമ്മളൊരു എന്താ പറയുക, ഒരു സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡീറ്റെയിൽഡ് പ്രോസസ്സിലൂടെ ആവും കടന്നു പോയിട്ടുണ്ടാവാം. അപ്പാർട്ട് ഫ്രം ദിസ് പ്രോസസ്സ് അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെയും കുറച്ച് ടെസ്റ്റുകളും വെരിഫിക്കേഷൻസും ഒക്കെ നടത്തേണ്ടി വരും ചില കേസുകളിൽ. അങ്ങനെ ഒരു കേസൊക്കെ വരുമ്പോൾ സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ സാമ്പിളിംഗ് മെത്തേഡ് നടത്തുക എന്ന് പറയുമ്പോൾ കുറച്ച് എന്താ പറയുക സ്റ്റെപ്സ് ഓഫ് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സാമ്പിളിംഗ് മെത്തേഡ് എടുക്കുന്നത്. അപ്പാർട്ട് ഫ്രം ദിസ് പ്രോസസ്സ് ഇത് കൂടാണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ചെയ്ത സാധനങ്ങൾ ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് ഫൈൻഡിങ്സും ടെസ്റ്റുകളും നടത്തേണ്ടി വരും. സംടൈംസ് ഇറ്റ്സ് മേ ബി മോർ കോംപ്ലിക്കേറ്റഡ്. Then while using sampling, the investigators have to be fully trained. This will add to the cost. ചില സാമ്പിളിംഗ് മെത്തേഡുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ്, സാമ്പിളിംഗ് മെത്തേഡുകൾ ഉപയോഗിക്കുമ്പോൾ ഇൻവെസ്റ്റിഗേറ്റർ കുറച്ചും കൂടെ ഫുള്ളി ട്രെയിൻഡ് ആയിട്ട് നിൽക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനത്തെ കേസുകളിൽ കുറച്ചും കൂടെ ഇതെന്താണ്, കോസ്റ്റ് ഒക്കെ നമുക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. സോ നമ്മുടെ ലിമിറ്റേഷൻസും ബെനിഫിറ്റ്സും ഇത്രയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് ആണ്. ഇപ്പോൾ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും. റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയും. നോൺ റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയും. ഇങ്ങനെ സാമ്പിളിംഗ് മെത്തേഡ്സിന്, സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, സാമ്പിൾസിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിലാണ് നടക്കുക എന്നാണ് പറയുന്നത്. ആ സാമ്പിൾസിനെ സെലക്ട് ചെയ്യൽ, ഡാറ്റ കളക്ട് ചെയ്യലല്ല കേട്ടോ. ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷനും ഇൻ്റർവ്യൂവും ക്വസ്റ്റ്യനേഴ്സും ഒക്കെയാണ്. അതല്ല പറയുന്നത്, ഈ സാമ്പിൾസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഏത് കോളേജ് സ്റ്റുഡൻസിനെയാണ്, ഏതാണ് എൻ്റെ സാമ്പിൾസ് എന്ന് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. റാൻഡം സാമ്പിളിംഗ് മെത്തേഡും നോൺ റാൻഡം സാമ്പിളിംഗ് മെത്തേഡും, അല്ലെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡും. നമുക്ക് ആദ്യം ഈ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് തന്നെ എടുക്കാം, പ്രോബബിലിറ്റി സാമ്പിളിംഗ് എടുക്കാം. ഇതിൽ രണ്ട് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണ് ഉള്ളത്. റാൻഡം സാമ്പിളിംഗ് മെത്തേഡിൽ രണ്ട് ടൈപ്പാണ് ഉള്ളത്. സിമ്പിൾ അല്ലെങ്കിൽ സിമ്പിൾ സാമ്പിളിംഗ് മെത്തേഡും രണ്ടാമത്തത് റെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് മെത്തേഡുമാണ്. സിമ്പിൾ സാമ്പിളിംഗ് മെത്തേഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് മെത്തേഡുമാണ്. അതിൽ സിമ്പിൾ സാമ്പിളിംഗ് മെത്തേഡിൽ ലോട്ടറി മെത്തേഡും ഉണ്ട്, റാൻഡം നമ്പേഴ്സും ഉണ്ട്. റെസ്ട്രിക്റ്റഡ് മെത്തേഡിൽ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഉണ്ട്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഉണ്ട്, മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ഉണ്ട്. ഇതാണ് ഒരു പാർട്ട് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്. റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നു, സിമ്പിൾ സാമ്പിളിംഗ് മെത്തേഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് മെത്തേഡ്. അതിൽ സിമ്പിളിനെ തന്നെ എഗെയിൻ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നു, ലോട്ടറി മെത്തേഡ് ആൻഡ് റാൻഡം മെത്തേഡ്. റെസ്ട്രിക്റ്റഡിനെ മൂന്നാക്കി ഡിവൈഡ് ചെയ്യുന്നു, സ്ട്രാറ്റിഫൈഡ്, സിസ്റ്റമാറ്റിക്, മൾട്ടി സ്റ്റേജ്. ഹോപ്പ് ഇറ്റ് വാസ് ക്ലിയർ. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നോൺ റാൻഡം സാമ്പിളിംഗ് മെത്തേഡാണ്, അല്ലെങ്കിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡാണ്. ഇവിടെ നമ്മൾ മൂന്നെണ്ണമാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ജഡ്ജ്മെൻ്റൽ സാമ്പിളിംഗ് മെത്തേഡ്, കൺവീനിയൻറ്റ് സാമ്പിളിംഗ് മെത്തേഡ്, ക്വാട്ട സാമ്പിളിംഗ് മെത്തേഡ്. കുറച്ചുകൂടി ടൈപ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ സ്നോബോൾ സാമ്പിളിംഗ് മെത്തേഡ് എന്നൊക്കെ ഒന്ന് പറയുന്നത്, പക്ഷെ അതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ട് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഈ ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്സ് എങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി നമുക്കിതിൽ ഓരോന്ന് എന്താണെന്നുള്ളത് നോക്കാം. ആദ്യം വരുന്നത് റാൻഡം സാമ്പിളിംഗ് മെത്തേഡാണ്. വാട്ട് ഈസ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്? നമ്മളുടെ സാമ്പിൾസിനെ റാൻഡം ആയിട്ടായിരിക്കും ഈ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്സിൽ സെലക്ട് ചെയ്യുന്നത്. റാൻഡം ആയിട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ
നമ്മൾ ഇപ്പോൾ ഒരു ക്ലാസ്സിലേക്ക് ഒരു ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആർക്കും അതിൽ എന്തുണ്ട്, ഇപ്പം ഞാൻ ക്ലാസ്സിൽ വരികയാണ്, നിങ്ങളൊരു 10 പേരുണ്ട്, നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ വിൽ ബി ദർ അറ്റ് യുവർ ക്ലാസ് റൂം. ആ സമയത്ത് നിൽക്കും, എന്തായാലും വരും ഞാൻ ആ ക്ലാസ്സിലേക്ക്. അത് വരുന്ന സമയത്ത് യു ഓൾ പീപ്പിൾസ് ഹാവ് ആൻ ഈക്വൽ ചാൻസ് ടു ബി സെലക്റ്റഡ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണ് എൻ്റെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വ്യക്തിയായിട്ട് സെലക്ട് ആവാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈക്വൽ ചാൻസ് ഉണ്ട്. അല്ലാതെ എനിക്കങ്ങനെ പെർട്ടിക്കുലർലി ഈ കുട്ടിയോട് ചോദിക്കാമെന്ന് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടല്ല വരുന്നത്. അല്ലെങ്കിൽ ഇന്ന ആൾക്കാരോടെ മാത്രമേ ചോദിക്കാവൂ, ഇന്ന ആൾക്കാരോട് ചോദിക്കരുത് എന്നുള്ള പ്ലാനിംഗ് ഒന്നും ഇല്ല. ഒരു ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഈക്വൽ ചാൻസ് ടു ബി സെലക്റ്റഡ്. അതാണ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ തന്നെ സിമ്പിൾ ആൻഡ് റെസ്ട്രിക്റ്റഡ് ആണുള്ളത്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ സിമ്പിൾ സാമ്പിളിംഗ് മെത്തേഡാണ് നമ്മൾ ആദ്യം നോക്കുന്നത്, അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സാമ്പിളിംഗ് മെത്തേഡ്. ഈ സാമ്പിളിംഗ് മെത്തേഡിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്താണ് നമുക്ക് ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ആൾക്കാരെ സെലക്ട് ചെയ്യാം, വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ആ സാമ്പിൾസിനെ കളക്ട് ചെയ്യുന്നത്. അതിൽ 2 ടൈപ്പ് സാമ്പിളിംഗ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലോട്ടറി മെത്തേഡും ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സും ആണ്. ഈ ലോട്ടറി മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊന്നുമില്ല, ഒരു എന്തെങ്കിലും നമ്മളിപ്പോൾ ലോട്ട് എടുക്കില്ലേ, അത് തന്നെയാണ് ഈ ലോട്ടറി മെത്തേഡ്. നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ആരാണ് സെലക്റ്റഡ് ആവേണ്ടതെന്ന് അറിയാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ന്യൂ ഇയർ ഫ്രണ്ടിനെയൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോട്ട് എഴുതിയെടുക്കും അല്ലേ, കിട്ടുന്ന ആളെ നമ്മൾ ലോട്ട് എടുത്ത് കിട്ടുന്ന ആളെ എന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മൾ സാമ്പിൾസിനെ കളക്ട് ചെയ്യുന്നതാണ് ലോട്ടറി മെത്തേഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടേബിൾ ഓഫ് റാൻഡം നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എത്ര സാമ്പിൾസ് നമുക്ക് വേണം എന്നുള്ള ആ ഒരു സൈസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ദെൻ ഒരു റാൻഡം നമ്പർ ടേബിൾ ഉപയോഗിച്ചിട്ട് അത്രയും ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറയാം, നമ്മൾ ക്ലാസ്സുകളിലൊക്കെ സാധാരണഗതിയിൽ ഗ്രൂപ്പ് തിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് ഉണ്ട്. 1 2 3 4 1 2 3 4 ഇങ്ങനെ ഉണ്ട്. എന്നിട്ട് ഈ വണ്ണുകളൊക്കെ ഒരു ഗ്രൂപ്പാവും, ട്യൂബുകളൊക്കെ ഒരു ഗ്രൂപ്പാവും. അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ് ദിസ് ടേബിൾ ഓഫ് റാൻഡം നമ്പർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റാൻഡം സാമ്പിളിങ്ങിൽ ആദ്യത്തെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ്. അതിൽ രണ്ടെണ്ണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ലോട്ടറി മെത്തേഡും ടേബിൾ ഓഫ് റാൻഡം നമ്പറും. ഇനി അതിൽ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് ആണ്. ഈ റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിങ്ങിൽ വരുന്നത് ഒന്നാമത് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ആണ്. സ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സ്ട്രാറ്റം എന്ന് പറഞ്ഞാൽ ഒരു ലെയർ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു പഞ്ചായത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും കളക്ട് ചെയ്യണം എന്ന് വിചാരിക്കാം. വാർഡുകളും നമ്മൾ ഓരോ ലെയറായിട്ട് പരിഗണിക്കുന്നു. ഈ ലെയറുകളിൽ നിന്നൊക്കെ കുറച്ച് സാമ്പിളുകൾ തന്നെ നമ്മൾ കളക്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഈ വാർഡുകളിൽ നിന്നൊക്കെ ഒരു 10 ആളെ വീതം നമ്മൾ എടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു പഞ്ചായത്ത് ഓവറോൾ നമ്മൾ എടുത്തു. ഒരു പഞ്ചായത്തിലെ എല്ലാ ആൾക്കാരെയും കൂടെ നമുക്കൊരു സ്റ്റഡിയിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് മേ ബി നോട്ട് പോസിബിൾ. അപ്പം നമ്മൾ ചെയ്യുന്നൊരു സാമ്പിളിംഗ് ടെക്നിക്കാണ്, പഞ്ചായത്തിലുള്ള എല്ലാ വാർഡുകളെയും നമ്മൾ ലെയറാക്കി വെക്കുന്നു, അതിൽ നിന്ന് ഓരോന്നിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു എന്നുള്ളത്. അതാണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ എന്താ പറയുക, മെറിറ്റ് എന്ന് പറയുന്നത് കുറച്ച് നല്ല റെപ്രസെൻറ്റേറ്റീവ്നെസ്സിന് നമുക്ക് കിട്ടും, അതുപോലെ തന്നെ കുറച്ചും കൂടെ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ലിമിറ്റേഷനായിട്ട് പറയുന്നത് കുറച്ച് പ്രീ പ്ലാനിങ് ഒക്കെ അതിന് ആവശ്യമാണ്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ആ ഒരു സാമ്പിൾ എങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ ഓരോ വാർഡിൽ നിന്നാണ് എടുക്കാൻ പോകുന്നതെങ്കിൽ ആ വാർഡുകളെ പറ്റിയിട്ട് ഏതൊക്കെ വാർഡൊക്കെയാണ് ആ പഞ്ചായത്തിലുള്ളത്, അല്ലെങ്കിൽ ആ വാർഡുകൾ ഏതൊക്കെ ഭാഗത്താണ് കിടക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ആ ഒരു പോപ്പുലേഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പഞ്ചായത്തിൻ്റെ എല്ലാ കോമ്പോസിഷൻസും നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. നമുക്ക് നല്ല നോളജ് അതിൻ്റെ മുകളിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെയാണ് അതിന് വരുന്നത്. സോ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. ഇത് റാൻഡം സാമ്പിളിംഗ് തന്നെയാണ്, ബട്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ സെലക്ട് ചെയ്യും. ബാക്കിയുള്ള ഐറ്റംസിനെ ഒരു സ്പേസിൽ ഇൻ്റർവെൽ കൊടുത്തിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുക, ഈ സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചും കൂടെ ക്ലിയർ ആവും. നമുക്ക് ഒരു 2000 കുട്ടികളുള്ള ഒരു കോളേജിൽ നിന്ന് 50 കുട്ടികളെ നമുക്ക് സെലക്ട് ചെയ്യണം. അവിടെ നമ്മൾ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സാമ്പിളിംഗ് ഇൻ്റർവെൽ നമ്മൾ കണ്ടുപിടിക്കും. എന്ന് വെച്ചാൽ നമുക്ക് സാമ്പിൾ സൈസ് എത്രയാണ് നമ്മൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് മെത്തേഡിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ
നമുക്കൊരു 2000 കോളേജ് സ്റ്റുഡൻസ് ഉള്ള ഒരു കോളേജിൽ നിന്ന് 50 സ്റ്റുഡൻസിനെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ ഈ 50 നിന്ന് ഈ 2000 നമുക്ക് 50 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക എന്ന് നോക്കാം. ഒരു എക്സാമ്പിളാണ് പറയണേ. അപ്പോൾ നമുക്ക് 40 കിട്ടും. 40 കിട്ടുന്ന സമയത്തേക്ക് സീരിയൽ നമ്പർ 1 മുതൽ 40 വരെയുള്ള ഒരു ഗ്രൂപ്പിന് നമ്മൾ ഉണ്ടാക്കുന്നു. അങ്ങനത്തെ ഗ്രൂപ്പുകളാക്കിയിട്ട് നമ്മൾ മാറ്റുന്നു. ആ ഗ്രൂപ്പിലെ ഓരോരുത്തർക്കും ഓരോ നമ്പർ വീതം നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അസൈൻ എ നമ്പർ ടു എവറി പോപ്പുലേഷൻ മെമ്പർ. ഓക്കെ, എല്ലാവർക്കും നമ്മൾ എന്ത് കൊടുക്കുന്നു? അപ്പോൾ 2000 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2000 കുട്ടികളെ എന്താക്കുന്നു? നമ്മൾ ഒരു 40 പേര് വീതമുള്ള 50 ഗ്രൂപ്പുകളാക്കുന്നു, അല്ലെങ്കിൽ 50 പേരുള്ള 40 ഗ്രൂപ്പുകൾ വീതം ആക്കുന്നു. അതിൽ എല്ലാവർക്കും ഓരോ നമ്പർ വീതം നമ്മൾ ചൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ 40 പേരുള്ള ഒരു ഗ്രൂപ്പാണെങ്കിൽ അതിൽ ഓരോ കുട്ടിക്കും 1 to 40 എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ കുട്ടിക്ക് 1, രണ്ടാമത്തെ കുട്ടിക്ക് 2, 3, 4 എന്ന് പറഞ്ഞ് 40 വരെ ഒരു കുട്ടിക്ക് നമ്മൾ നമ്പർ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുക, ഒരു nth നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഈ 40 കുട്ടികൾ വീതമുള്ള 50 ഗ്രൂപ്പാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ നമുക്ക് എത്ര കുട്ടികളെ വേണ്ടത്? 50 കുട്ടികളെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ 40 കുട്ടികളിൽ നിന്നും വെച്ചാൽ ഒന്നാമത്തെ ഗ്രൂപ്പ്, രണ്ടാമത്തെ ഗ്രൂപ്പ്, മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ 50 ഗ്രൂപ്പ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ 50 ഗ്രൂപ്പിൽ നിന്ന് ഒരേ കുട്ടികളെ വീതം കിട്ടിയാൽ നമ്മളുടെ സാമ്പിൾ കറക്റ്റ് ആയില്ലേ? നമുക്ക് ആകെ 50 സാമ്പിളല്ലേ വേണ്ടത്. അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഏതെങ്കിലും ഒരു നമ്പറുള്ള കുട്ടിയെ നമ്മൾ എടുക്കുന്നു. ഇപ്പം 40 നമ്പർ വരെയുള്ള കുട്ടികളിൽ നിന്ന് ആദ്യത്തെ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് തോന്നുന്നത് 13ാമത്തെ നമ്പറുള്ള കുട്ടിയെ എടുക്കാനാണ്. അപ്പം ഞാൻ 13ാമത്തെ നമ്പറുള്ള കുട്ടിയെ എടുക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ എത്രാമത്തെ കുട്ടിയെ എടുക്കുന്നു? ഇതുപോലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നമ്പർ അവർക്ക് അസൈൻ ചെയ്തിട്ട് ആ nth നമ്പർ നമ്മൾ എടുക്കുന്നു. അങ്ങനെയാണ് ഈ സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിങ് നമ്മൾ ചെയ്യുന്നത്. സിംപ്ലി ഒന്നും കൂടെ പറയാം. അസൈൻ എ പെർട്ടിക്കുലർ നമ്പർ ടു എവറി സാമ്പിൾസ്. ആ നമ്പർ കൊടുക്കാനുള്ള എളുപ്പമാർഗ്ഗമാണ് ഞാൻ പറഞ്ഞത്. 2000 കുട്ടികളുണ്ട്, നമുക്ക് 50 സാമ്പിളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 2000 ഡിവൈഡഡ് ബൈ 50 എന്ന് പറയുമ്പോൾ 40 ഈക്വലായിട്ട് നമുക്ക് കിട്ടും. എല്ലാ കേസുകളിലും അങ്ങനെ ഈക്വലായിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. 40 കുട്ടികൾ വീതമുള്ള 50 ഗ്രൂപ്പ് ആക്കുന്നു. ഈ 40 കുട്ടികളുള്ള ഓരോ ഗ്രൂപ്പിൽ നിന്നും ഏതെങ്കിലും ഒരു നമ്പറുള്ള കുട്ടീനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു കുട്ടിയെ കിട്ടിയാൽ നമുക്ക് 50 കുട്ടികളായി. 2000 നമ്മൾ 50 പേരെ സെലക്ട് ചെയ്തില്ലേ? ഇതിനെയാണ് സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് മൾട്ടി സ്റ്റേജ് ഓർ ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. ഓക്കെ, മൾട്ടി സ്റ്റേജ് ഓർ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്, ഇപ്പൊ ക്ലസ്റ്റർ എന്ന് പറയുന്ന പോലെ തന്നെ കുറച്ച് ക്ലസ്റ്ററുകൾ ഉണ്ടാക്കാം. അതാണ് ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കൂട്ടം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആസ് ഇറ്റ്സ് നെയിം സജസ്റ്റ്, this method the samples are selected at different stages. Here the population is first divided into different stages. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളുടെ പോപ്പുലേഷനെ ആദ്യമേ തന്നെ ഡിഫറെൻറ്റ് സ്റ്റേജുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു പഞ്ചായത്തിൽ നിന്നുള്ള ആൾക്കാരെ മൊത്തമാണ് എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ അതിന് പറയാം, അത് വാർഡുകളൊക്കെ നമുക്കൊരു ക്ലസ്റ്റർ ആക്കി വെക്കാം. അല്ലെങ്കിൽ ഇതിലുള്ള മെയിൽസിനൊക്കെ വേറൊരു ഗ്രൂപ്പ് ആക്കുക, ഫിമെയിൽസിനൊക്കെ വേറൊരു ഗ്രൂപ്പ് ആക്കുക, കുട്ടികളെയൊക്കെ വേറൊരു ഗ്രൂപ്പ് ആക്കുക. അങ്ങനെ നമ്മളൊരു ക്ലസ്റ്റർ നമ്മളവിടെ ഫോം ചെയ്യാം. എന്നിട്ട് ആ ക്ലസ്റ്ററിൽ നിന്ന് നമ്മൾ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതാണ് മൾട്ടി സ്റ്റേജ് അല്ലെങ്കിൽ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. മെറിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലെക്സിബിൾ ആണ്, അത് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ്. ബെറ്റർ റെപ്രസെൻറ്റേറ്റീവ്നെസ് നമുക്ക് ആ സാധനത്തിൽ കിട്ടും, കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ അതിന് കുറച്ച് ലിമിറ്റേഷൻസും ഉണ്ട്. എന്താ പറയുക, ഈ മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ച് അത്ര അക്യുറേറ്റ് ആണ് എന്ന് നമുക്ക് ചില സമയത്ത് പറയാനായിട്ട് സാധിക്കില്ല. മറ്റുള്ള മെത്തേഡുകളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസും ഉണ്ട്. സോ ഇതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തത് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നോൺ റാൻഡം സാമ്പിളിംഗ് മെത്തേഡാണ്. അതിൽ നമ്മൾ 3 എണ്ണമായിരുന്നു പറഞ്ഞത്: ജഡ്ജ്മെന്റൽ, കൺവീനിയൻറ്റ് സാമ്പിളിംഗ് ആൻഡ് ക്വാട്ട സാമ്പിളിംഗ്. അത് 3ഉം വളരെ എളുപ്പമാണ്. ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിസർച്ചറിൻ്റെ ഒരു ജഡ്ജ്മെന്റ് വെച്ചിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. നോൺ റാൻഡം സാമ്പിളിംഗ് മെത്തേഡിൽ നോ എവറി സാമ്പിൾസ് ഹാവ് ആൻ ഈക്വൽ ചാൻസ് ടു ബി സെലക്റ്റഡ്. മനസ്സിലായി? എല്ലാ സാമ്പിൾസിനും ഒരുപോലെ എന്ത് ചെയ്യാനുള്ള സാധ്യതയില്ല, സെലക്ട് ആവാനുള്ള സാധ്യത ഇല്ലാത്ത ഒരു സാമ്പിളിംഗ് മെത്തേഡാണ് നോൺ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്. ഇവിടെ ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് വരുന്ന സമയത്തേക്ക് അത് അപ് ടു മീ അല്ലെങ്കിൽ അപ് ടു ദ റിസർച്ചർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാമ്പിൾസിനെ നമ്മൾ കളക്ട് ചെയ്യുന്നത്, സാമ്പിൾസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ
എന്താണ് എൻ്റെ ഇഷ്ടം എന്നുള്ളത് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് എന്താണ് എന്നുള്ളതിനെ വെച്ചിട്ടാണ്. ഇപ്പം അവരെ കൊണ്ട് ഓക്കെ ആവില്ല, അവർ അതെടുത്താൽ ശരിയാവില്ല എന്നൊരു ജഡ്ജ്മെൻറ്റ് എനിക്ക് വരുന്നുണ്ടെങ്കിൽ ഓക്കെ, ഐ ക്യാൻ ചൂസ് എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ സാമ്പിളിംഗ് മെത്തേഡാണ് ജഡ്ജ്മെൻറ്റൽ സാമ്പിളിംഗ് മെത്തേഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് കൺവീനിയൻറ്റ് സാമ്പിളിംഗ് മെത്തേഡാണ്. അതും ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് മാത്രം ഞാൻ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ എന്താ പറയുക, ഈ പർപ്പസീവ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ് മെത്തേഡുകളൊക്കെ തന്നെയാണ് നമ്മളുടെ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മളുടെ റിസർച്ചുകളിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. സോ നമ്മളുടെ സാമ്പിളിംഗ് എനിക്ക് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ആൾക്കാരെ സെലക്ട് ചെയ്യാണ്. റിസർച്ചർക്ക് തോന്നുന്നത് ഇത് കുറച്ച് എന്താ പറയുക, എളുപ്പം എനിക്ക് ഡാറ്റ കിട്ടാൻ ഇങ്ങനെയാണ് എന്ന് തോന്നിയാൽ ഞാനത് ആ രീതിയിൽ ആ ഡാറ്റ കളക്ട് ചെയ്യുക. അപ്പോൾ 100 കാർ ഓണേഴ്സിനെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുകയാണ് RTOൻ്റെ ഒരു ഓഫീസ് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതൊന്നൊരു 100 കാർ ഓണേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാമെന്ന്. അങ്ങനെ മാത്രമല്ലല്ലോ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് മാർഗ്ഗമുള്ളത്. മുന്നേ പറഞ്ഞ പല ടെക്നിക്കുകളും നമുക്ക് അവിടെ ഉപയോഗിക്കാം. ഒരു പഞ്ചായത്തിലെ മുഴുവൻ കാർ ഓണേഴ്സിൻ്റെ ലിസ്റ്റ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. എനിക്ക് അതിനേക്കാൾ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് RTOൻ്റെ ഓഫീസിൽ നിന്ന് ലിസ്റ്റ് എടുക്കുമ്പോഴാണ്. സോ ദാറ്റ് ഈസ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ക്വാട്ട സാമ്പിളിംഗ് മെത്തേഡാണ്. ക്വാട്ട സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ സാമ്പിളിംഗ് മെത്തേഡിനായിട്ട് കുറച്ചൊരു ഒരു ഇതുണ്ട്, എന്താ റിലേഷൻ ഉണ്ട്. ഇപ്പോൾ സാമ്പിളിംഗ് സൈസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം അങ്ങോട്ട് ഫിക്സ് ചെയ്ത് വെക്കുക. എത്രയാണ് നമ്മൾക്ക് സാമ്പിൾസ് വേണ്ട, അതെല്ലാത്തിലും നമ്മൾ ചെയ്ത് വെക്കണം. പക്ഷേ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് ആ സാമ്പിൾ സൈസ് നമ്മൾ എന്താ പറയുക ഫിക്സ് ചെയ്ത് വെക്കുക. ആൻഡ് ദെൻ ക്വാട്ട ഈസ് ഫിക്സഡ് ഫോർ വേരിയസ് കാറ്റഗറീസ് ഓഫ് പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിൽ നിന്ന് അല്ലെങ്കിൽ എന്താ പറയുക ഒരു സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് എത്ര എണ്ണത്തിനെയാണ് വേണ്ടത് എന്നുള്ളൊരു സാധനം നമ്മൾ ക്ലിയർ ആയിട്ട് ആദ്യമേ ഉണ്ടാക്കി വയ്ക്കുക. അതിനാണ് ക്വാട്ട സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ബോയ്സ് ഒരു 50% അങ്ങനെയാണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ, നമുക്കൊരു 100 കുട്ടികളെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടല്ലോ ബോയ്സ് 50% വേണം, ഗേൾസ് 50% വേണമെന്ന്. അല്ലെങ്കിൽ ബോയ്സ് 60% കോളേജ് സ്റ്റുഡൻസ് വേണം. അല്ലെങ്കിൽ അതിൽ ഇപ്പോൾ ബോയ്സ് 50% വേണമെന്ന് പറയുമ്പോൾ ആ 50-ൽ തന്നെ എന്താണ് ഇത്രയും കോളേജ് സ്റ്റുഡൻസ് വേണം, ഇത്രയും +2 സ്റ്റുഡൻസ് വേണം, നമ്മൾ ഓൾറെഡി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്യുകയാണ് എത്രണ്ണമാണ് വേണ്ടത്, ഒരു ഗ്രൂപ്പിൽ നിന്ന് എത്രണ്ണം ഇത് എടുക്കണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെക്കുന്നതിനെയാണ് ക്വാട്ട സാമ്പിളിംഗ് മെത്തേഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് നമ്മളുടെ സാമ്പിളിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഹോപ്പ് ഇറ്റ് വാസ് ഓൾ ക്ലിയർ. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഞാൻ ഒന്നും കൂടെ പറയുന്നുണ്ട്. ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് 2 ടൈപ്പാണ്, റാൻഡം അല്ലെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും നോൺ റാൻഡം അല്ലെങ്കിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും. റാൻഡം സാമ്പിളിങ്ങിൽ തന്നെ സിമ്പിളും ഉണ്ട് റെസ്ട്രിക്റ്റഡും ഉണ്ട്. സിമ്പിളിൽ തന്നെ ലോട്ടറി ഉണ്ട്, റാൻഡമും ഉണ്ട്. റെസ്ട്രിക്റ്റഡിൽ തന്നെ സ്ട്രാറ്റിഫൈഡും സിസ്റ്റമാറ്റിക്കും മൾട്ടി സ്റ്റേജും ഉണ്ട്. നോൺ റാൻഡം വരുമ്പോഴത്തേക്ക് 3 ഉള്ളത്, ജഡ്ജ്മെൻറ്റ്, കൺവീനിയൻറ്റ് ആൻഡ് ക്വാട്ട സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു സാമ്പിളിംഗ് മെത്തേഡിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ.